ലേവ്യ പുസ്തകം അധ്യായം 8. യഹോവ പിന്നെയും മോശയോട്, നീ അഹ്റോനെയും അവനോട് കൂടെ അവന്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേക തൈലം, പാപയാഗത്തിനുള്ള കാള, 2 ആട്ടുകൊറ്റന്മാർ, കുട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സഭ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വന്നുകൂടി. മോശെ സഭയോട്, യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. മോശെ അഹ്റോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി, അവനെ ഉള്ളങ്കി ഇടുവിച്ചു, നടുക്കെട്ട് കെട്ടിച്ച്, അങ്കി ധരിപ്പിച്ച്, ഏഫോദ് ഇടുവിച്ച്, ഏഫോദിന്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടി, അതിനാൽ അത് മുറുക്കി, അവനെ പതക്കം ധരിപ്പിച്ചു. പതക്കത്തിൽ ഊറീമും തുമ്മീമും വെച്ചു. അവന്റെ തലയിൽ മുടി വെച്ചു. മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻപട്ടം വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. മോശെ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തെളിച്ചു. യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അവൻ അഹ്റോന്റെ തലയിൽ അഭിഷേക തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. മോശെ അഹ്റോന്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ചു, നടുക്കെട്ട് കെട്ടിച്ചു, തലപ്പാവും ഇടിവിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു. പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹ്റോനും പുത്രന്മാരും കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിന്റെ രക്തമെടുത്തു വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു. ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ച് അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു. കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും മോശ എടുത്തു യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ കാളയെയും അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവയെയും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു. അവരതിനെ അറുത്തു. മോശെ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തെളിച്ചു. ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി ഖണ്ഡിച്ചു. മോശെ തലയും ഖണ്ഡങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. അവൻ അതിന്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി. മോശെ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ ഹോമയാഗമായി, യഹോവയ്ക്ക് ദഹനയാഗം. മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിന്റെ രക്തം കുറെയെടുത്ത് അഹ്റോന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടി. മോശെ രക്തം കുറെ അവരുടെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടി. ശേഷം രക്തം മോശെ യാഗപീഠത്തിന്മേൽ ചുറ്റും തെളിച്ചു. മേധസ്സും തടിച്ച വാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും വലത്തെ കൈക്കുറകും അവനെടുത്തു. യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയും എടുത്തു. മേധസ്സിന്മേലും കൈക്കുറകിന്മേലും വെച്ചു. അവയൊക്കെയും അഹ്റോന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയ്ക്ക് നീരാജനം ചെയ്തു. പിന്നെ മോശെ അവയെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ കരപൂരണയാഗം. യഹോവയ്ക്കുള്ള
ദഹനയാഗം തന്നെ. മോശെ അതിന്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു. അത് കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറേശ്ശെ എടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തെളിച്ചു. അഹ്റോനെയും അവന്റെ വസ്ത്രത്തെയും അവന്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു. അഹ്റോനോടും അവന്റെ പുത്രന്മാരോടും മോശെ പറഞ്ഞത് എന്തെന്നാൽ, മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് പാകം ചെയ്ത് അഹ്റോനും പുത്രന്മാരും അത് തിന്നേണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടായതുപോലെ അവിടെ വെച്ച് അതും കരപൂരണത്തിന്റെ കുട്ടയിലിരിക്കുന്ന അപ്പവും തിന്നുവിൻ. മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. ഇങ്ങനെ യഹോവ കൽപ്പിച്ചിരിക്കുന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹ്റോനും അവന്റെ പുത്രന്മാരും ചെയ്തു.